അവിടെ പോവാണി രാവിലെ പിന്നെ അടുക്കള പോകാൻ വേണ്ടിയാണോ ഷൂ ഇടുന്നേ? എന്നാ പിന്നെ കോട്ടൂർ ഇട്ടുകൊണ്ടിരാൻ പറ്റായിരുന്നോ? പോകുന്നില്ല അടുക്കള പോവാ. ഈ ആദ്യമായിട്ടാ നേരെ ഒരു ഇട്ടേക്കത് കണ്ടോ, ഷൂ നേരെ ഇട്ടത്. കണ്ടോ ഷൂ ഇതില്ലേ പോകുന്നു, കാലിതില്ലേ പോകുന്നു. ഇത് പോയി കറിയേ ഇതിനെ കറിയെന്ന് പറ. ഒക്കെ അവളിട്ടോളും. അറിയുന്നില്ല അറിയില്ലേ ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇല്ലേ? ആ കേട്ടെ. തിരിച്ചു കൊടുക്കാൻ നമുക്ക് അവിടെ കാലിന് നല്ല സെറ്റ് ആയിരുന്നു. കുളിക്കുമ്പോ ഷൂ ഊരണ്ടേ? അപ്പം മടങ്ങിയിരിക്കുന്ന ഷൂ അവിടെ പോത്ത് പോലെ ചേച്ചി കേക്കണ്ട. അങ്ങനെ ഈ പോത്തിറങ്ങുന്ന പോലെ ഇറങ്ങുന്ന പറഞ്ഞാല് സുന്ദരി അവത്തെ അങ്ങനെ ഇരിക്കല്ല, അത് ഒടിഞ്ഞു പോയ സാധനമാ. ചേന പുഴുങ്ങുവാ. അപ്പൊ പുഴുങ്ങും. ചെരുപ്പ് സൂപ്പറാണോ? വെള്ളം ചേമ്പ് പുഴുങ്ങണം, കഞ്ഞി വെക്കണം. രാവിലെ ചേമ്പിന് കാന്താരി വേണം. കാന്താരി ഇവിടെ ഇവിടെ വിൽക്കലോ നിപ്പുണ്ട്. തപ്പിയെടുക്കണം. അങ്ങേറ്റത്തുണ്ട്, അത് പോയി ആദ്യം എടുക്കാം. തന്നെ ഇടുവോ? കാല് കളയ്ക്കുവോ?
ഇത് നോക്കിയിട്ട് അത് ഞാൻ ബാക്കി ചെയ്യാനുണ്ട്, ചെയ്തോളാം. ഇവിടെ വെള്ളം വല്ലതും വേണമായിരുന്നോ? പിന്നെ വേണ്ടേ, കഴി ഇങ്ങോട്ട് ഒഴിച്ചു. ചൂട്. കൊടുത്തേക്കട്ടെ. ഇതാണ് ചേമ്പെന്ന് പറഞ്ഞ സാധനം, കണ്ടിട്ടുണ്ടോ? കുറച്ചൊക്കെ തോരൻ വെക്കുന്ന കാര്യമൊക്കെ ചോദിച്ചാൽ മതി. ആണല്ലേ? എന്തിനും ശാമ്പള വളർത്തിയ നിന്റെ അപ്പം പറയുന്നുണ്ട്, ശാമ്പള വളർത്തിയ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. നീ ഇന്ന് പോകുന്നില്ലേ? കയ്യ എല്ലാം ആക്കുന്നു. അയ്യോ ഉമ്മ ഒന്നല്ല. മുടിയൊക്കെ ബുഷ് എടുത്തോ? അതാണ്. ഇനിയിപ്പോ 4 മണിക്ക് എണീപ്പിച്ചാലും പറ്റത്തില്ല, 3 മണിക്ക് എണീപ്പിക്കണം തോന്നുന്നു. പാരമ്പര്യാന്ന് പറയാൻ പറ്റായിരുന്നോ? ഞാൻ എടുത്തു തരാം. ചോദിക്കത്തില്ല. ഇറക്കാം. നാളെ പോകുന്നേ. എന്റെ അമ്മ പോരില്ല. അല്ല പോകുന്നില്ലേ? പുതിയ ഷൂ എന്നാ സിസ്റ്ററോട് പറയണത്, എന്റെ പുതിയ ഷൂ ആയതെന്ന്. വെളുത്തുള്ളി മേടിച്ചോണ്ട് വരുവോ? കൊച്ചു നല്ല മെടുക്കി പുത്തൻ ഷൂ ഒക്കെ ആയിട്ട്. അല്ല ഇവിടെ മൊത്തേ ഇത് ആ ബാഗ് ഒന്ന് ശരി, ഇതേ ബാഗ് ശരിക്കിട്ടേ. കൊച്ചിന്റെ ബാഗ് കിടക്കുന്നുണ്ടോ? അത് എടുക്കത്തില്ലെന്ന് നമുക്ക്. എന്നെ പറഞ്ഞോ കേക്കാത്തെ. ആ വലിക്ക, അങ്ങനെ വലിക്ക. ആ മിടുക്കി. ആ പൊക്കോ. ബാ പൊക്കോ. അവിടുന്ന് കറിവേപ്പില പറിച്ച് കൊടുക്കണമെന്ന്. അതെവിടെ ആയിരുന്നത്? അവിടുത്തെ അക്കാടെ ഒക്കെ വീട് അപ്പുറത്തുണ്ട്. അപ്പം അത് വാടകയ്ക്ക് കൊടുത്തേക്കുവാ. അപ്പോൾ അവിടുന്ന് കറിവേപ്പില പറിച്ച് അക്കയൊക്കെ ഇപ്പോൾ താഴെ താമസിക്കുന്നത്. എന്നിട്ട് ഇത് വാടകയ്ക്ക് കൊടുത്തു, നമ്മുടെ പഴക്കടയിലെ അണ്ണൻ. അപ്പോൾ അവിടുന്ന് കറിവേപ്പില പറിച്ച് ആരണോ ഉള്ളെടുത്തു. എന്നിട്ട് എനിക്ക് പറിച്ച് തരാൻ പറഞ്ഞു. അതിന് പറിച്ച് പോയോ, കൊടുത്തതാ. ശമ്പളമേ കടുപ്പൊക്കെ കുറച്ച് മതിയെന്നേ. ഇത്ര നാളെ കടുങ്കാപ്പി പിടിച്ചിട്ട്. കുക്കറിനകത്ത് ആര് പറഞ്ഞു? നല്ലതാണല്ലോ. അതിങ്ങനെ ഊരെടുത്താൽ മതിയല്ലോ തൊലി. അങ്ങനെയല്ലേ സാധാരണ ചേമ്പ് വെക്കുന്നേ? പാടില്ലല്ലോ. നല്ല രുചിയാ, നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. കുഞ്ഞമ്മയുടെയോ? കാച്ചില് എനിക്ക് വലിയ ഇഷ്ടമാണെങ്കിലും വലിയ പിടുത്തമില്ലാത്ത ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം ചേന, പിന്നെ കപ്പ, ചേമ്പ്, കാച്ചില് ഒക്കെ എന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ വേണമെന്നില്ല. അത് വല്ലപ്പോഴും തിന്നുമ്പോഴേ അതിന് ടേസ്റ്റ് ഉള്ളൂ.
എപ്പോഴും നിന്നാൽ നമുക്ക് അങ്ങനെ രുചിയില്ല. പിന്നെ മധുരക്കടം ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. ഇതിനോട് അത്ര ഇഷ്ടമാണെന്നാലും എനിക്കിഷ്ടമാണ് മറ്റേ മഞ്ഞ കളറുള്ള സാധനം. കമ്മിക്കും ചെയ്യാൻ ഇഷ്ടമായിരുന്നു. മധുരം ഇട്ടോ നമ്മുടെ അസുറപ്പണ്ണന് എൻ്റെ റെജീനക്ക എന്നോട് പറഞ്ഞു അവരുടെ മുറ്റത്തിന് കരിയാപ്പ് നിൽപ്പുണ്ട്, ചില ഇല പറിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. മരുന്നുണ്ടാക്കാൻ. അപ്പം ഞാൻ അത് പറിക്കാൻ പോയത്. അത് പറിച്ചുകൊണ്ട് കൊടുക്കണം. എന്തോ മരുന്നിനാണ് റെജീനക്കായിക്ക്. അവന് അപ്പലിന്. നിനക്കല്ല. പിന്നെ അയ്യോ ആരേത്? കുഞ്ഞാവേ കുഞ്ഞാവേ കഴിച്ചോ? അത് വേണ്ട, വേറെ എന്നൊക്കെ കാര്യം ചോദിക്കാം. നിനക്ക് പല്ല് തേക്കുവാണെന്ന് ചോദിച്ചു. ഇല്ലേ ഉണ്ടിക്കടാ. ഇത് കരിയാപ്പല അവരുടെ അഷറപ്പണ്ണൻ്റെ ഒക്കെയാ. അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി പറിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇവിടുന്ന്. ടാറ്റാ. അമ്മ എവിടെ ഉണ്ടെന്ന്? അച്ചമ്മയാന്ന്. അച്ചമ്മയെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ആരാ? ജയന്തോ. അവിടെ വീട്ടിലുണ്ട്. പണി രാവിലെ പണിയായിരിക്കും അവർക്ക്. ഇത് നിന്റെ ശരിയാക്കി തന്നില്ലേ വായി അവള്? ഇല്ല. സൂപ്പറാ. ആണോ? ബസ് വരാറായി. വാ വിട്ടു പോവാം. എൻ്റെ അമ്മേ. സ്കൂളിലൊക്കെ പോയി മതിയോ? നാരായണ ചേച്ചി എവിടെ? നാരായണ ചേച്ചി എവിടെ? എവിടെ? താഴോട്ട് പോയല്ലോ. കണ്ടില്ലേ? ചെരുപ്പൊന്നും എനിക്കില്ലെന്ന് എനിക്ക് അറിയത്തില്ലടി. ഞാൻ ഈ ചെരുപ്പെല്ലാം നടക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ശബരിമലയ്ക്ക് പോകുമ്പം പോകാൻ പറ്റുന്നത്. അല്ല ചെരുപ്പ് ഇട്ടുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് എൻ്റെ കാര്യം പൊട്ടി. ഒന്നുകൂടെ പോകണമെന്നുണ്ട്. എന്നാ എരിവുണ്ടോ? സൂപ്പറല്ലേ? കാന്താരി ഇവിടെ വലിയ ബിൽഡിംഗ് പണിയുന്നു. ഇതിന് ഏറുമാടോ? ഇത് അവിടെ കോൺക്രീറ്റ് ചെയ്ത് എന്തൊക്കെയോ സംഭവം പണിയുന്നു. ടാങ്കാണോ? അറിയത്തില്ലേ എന്നാണ്. കോൺക്രീറ്റ് ചെയ്ത് പൈപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് താഴെയാ. താഴെ കൂടെ പോന്ന ഒരിക്കൽ നീ ചിരിച്ചാൽ ബസ് വരും അല്ലേ? ചിരിച്ചാ അത് ശരി. ബസ് ഇപ്പം നാരായണ പോയി കാണോ? അവൻ ഭയങ്കര പണിയാ. രാവിലെ തിരക്കാണ്. അവൻ തിരക്കാവാ. നാരായണ പോയെന്ന് നോക്ക്. സാധനം കൊടുക്കാൻ പോവാം. സാധനം കൊടുക്കാൻ നാരായണ പോയല്ലോ. ഈ അവളുടെ ബസ് വരെ വന്നു കേട്ടോ. കേട്ടോ നീ അറിഞ്ഞോ? നാരായണൻ്റെ ബസ് വന്നു. അവള് പോയി. അവളുടെ ബസ് വന്നു പോയെന്ന. അവളെ കാണുന്നില്ല അവിടെ. എന്നാ ബസ്സിന് പോയി. ക്ലാസ്സിൽ പോയി. ക്ലാസ്സിലുണ്ട്. ആൻറ്റി ഉണ്ട്. ആൻറ്റി ഇല്ല. അതൊക്കെ വലിയ പിള്ളേരല്ലേ. വലിയ പിള്ളേർക്ക് ആൻറ്റി ഒന്നുമില്ല. വലിയ പിള്ളേരങ്ങ് പോകത്തേ ഉള്ളൂ. അതെന്തോ വെള്ളം പിടിച്ച് വെച്ചേക്കുന്ന. അതാ പറഞ്ഞ വെള്ളം പിടിച്ച് വെച്ചേക്കുന്ന. അതിനകത്ത് വെള്ളം പിടിച്ച് വെച്ചേക്കുന്നാലേ അവര്
ചേമ്പ് നമ്മൾ മേടിച്ചല്ലേ ഈ പ്രാവശ്യം? ആര് ആര്? അപ്പ ആര് മുന്നേ പുഴുങ്ങിയതോ? ആ എന്നാ പുഴുങ്ങി? ചേന ആ അത് വരുന്നുണ്ട് ആരോ വരുന്നുണ്ടല്ലോ. അതാരാ? കഴിച്ചോട്ടെ എന്നാ കഴിച്ചോ പനി കഴിച്ചോ? കഴിച്ചേ കഴിച്ചോ? ആ ചേച്ചി എന്ത് ചെയ്യും? ഇവിടുത്തെ ഇല്ലേ? പോയി. പോയോ? ഇന്ന് ഞാൻ ചേന വെച്ചു ചേന ഞാനാണോടി? ചേമ്പ് ചേമ്പാണോ? എനിക്കൊരെണ്ണം തരാമോ? ചേച്ചിനെ കഴിച്ചേ ഞാൻ ഇന്നലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, അത് ഒരെണ്ണം കഴിച്ചു. കറി എന്നാ മുട്ടക്കറി. മുട്ട പൊക്കോട്ടെ, ഇച്ചിരി നേരം പോവാണേ. ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയോ? കറി എന്നാന്ന് മുട്ടക്കറി. അതുണ്ടാക്കിയേ മോള്, എൻ്റെ മോള് പോവാണേ. ടാറ്റാ. വേണ്ട ബസ് ഓട്ടോ ഒന്നും അങ്ങോട്ട് പോകത്തില്ല, ബസ്സാ പോകുന്നത്. ആരാ അത്? ഇത് നിന്റെ ബസ് വരുന്നു വേണ്ട. നിന്റെ ആണോ? അല്ല നിന്റെ അല്ലെന്ന് തോന്നുന്നു, വേറെ ആണോ? ആ എന്നാ അതെ. ആ എന്നാ അല്ല. അത് ഇവിടെ പോവാ. സ്വാമി വണ്ടി, അയ്യപ്പൻ വണ്ടി, അയ്യപ്പൻ വണ്ടി. ഏത്? പാട്ടിടുവോ? അപ്പത്തെ ഇവിടുത്തെ വന്നു ലോറിയുടെ പാട്ട്. ലോറി അല്ലത്, ബസ്. ബസ് തമിഴ്നാട് ബസ്. ഏത് പാട്ടാ? അത് ഏത് ബസ് പാട്ടാ? തമിഴ് പാട്ട് വല്ലതായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ അയ്യപ്പൻ്റെ പാട്ടായിരിക്കും. വാ 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 വാ. ബസ് വന്നോ? ആ വന്നു വന്നു. കുഞ്ഞിനാക്കാ, റിയാസേ, കുഞ്ഞിനാക്കാ, അതെ ഈ കരിയാപ്പല ഇവിടെ വെച്ചേക്കട്ടെ. അത്ര ഉണ്ടായിരുന്ന പറിച്ചോണ്ട് വന്നേ. എന്നിട്ട് പോണ രാവിലെ വന്നല്ലേ? പാല പൂത്ത് നിൽക്കുക, അതിൻ്റെ പൂവെല്ലാം വീണ് കിടക്കുന്നുണ്ടോ? നല്ല രസമാണ്, ഭയങ്കര മണമോ ഈ ഒരു സമയത്ത്. എങ്ങനെ
ആ എവിടെ നോക്കിയാലും പാലപ്പൂ. നല്ല കാറ്റ് വരുന്നല്ലോ. ആ ആ ആ പാലപ്പൂ കൊണ്ട് അഭിഷേകം. തലയ്ക്ക് പിടിക്കുന്നൊരു മണമാണ്. ഇലക്ഷൻ പരിപാടിയാണ്. അതെ. വണ്ടി നാരായണ ബസ്. ഞാൻ പോയല്ലോ, വീട്ടിൽ വരുത്തിയല്ലോ അല്ലേ? അവിടെ എന്നാ അവര് പണിയുന്നേ? എനിക്ക് തോന്നുന്നു പുള്ളിക്ക് താക്കാൻ പർണശാലയാണോ അതോ ടാങ്കാണോ ഡൗട്ട് ഉണ്ട്. അതെ അതെ. 8:41. ചേട്ടാ ഇതുവരെ വന്നില്ലല്ലോ. എവിടെ പോയി? 8:15 ഇവിടെ വരേണ്ട ആളാണേ. അമ്പലത്തിൽ പോയിട്ട് ആളെ കാണുന്നില്ല. ഞങ്ങളെന്തായാലും ഒന്ന് അമ്പലത്തിൽ പോവാം. പാർത്ഥസാരഥിയിലല്ലേ പോന്നേ? ഓക്കെ, പാർത്ഥസാരഥി വരെ പോട്ടെ. ശാംഭവിയുടെ ചെണ്ട. ചെണ്ട അല്ലല്ലോ എൻ്റെ പേരിന് ആ സംഭവം. ഞാൻ അത്രയും തുണിയുടെ ഇടയ്ക്ക് കിടന്ന് എൻ്റെ ഒരു പാൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുക. തുണിയെല്ലാം കൊടുത്ത് വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓടി വരുന്നത്. എവിടെ എത്ര നേരം എന്നാ കാണിക്കുമായിരുന്നു? പറങ്ങി നോക്കി ഒന്ന് കുളിക്കാതിരിക്കുക. ഇപ്പോൾ വന്ന് വീഡിയോ എടുക്കണ്ടേ? കോഴി വാ രണ്ടും കൂടെ അങ്ങോട്ടാണ് ഇപ്പോൾ ചോദിക്കുക. നോ ആ പിന്നെ എൻ്റെ നല്ലത്.
ആ അമ്മയുടെ പേഴ്സ് എടുത്തില്ല. ഏത് പേഴ്സ് അമ്മ എടുക്കുന്നേ? ഞാൻ ഏട്ടാ കറുത്തു പോയല്ലോ. അത് പറയണ്ട, അമ്മ കറുത്തായിരിക്കും. അമ്മ എവിടെയാ കറുത്തത്? എനിക്ക് ആവശ്യമുള്ള നിറമൊക്കെ ഉണ്ട്, അതൊക്കെ മതി. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇതൊക്കെ ആരാ പറഞ്ഞ? ഞാനല്ല, ഇതെല്ലാം നിങ്ങൾ അങ്ങനല്ല, ഈ പെട്ടെന്ന് ഇങ്ങനെ ഇതായി പോയി എന്നാ ചോദിച്ചേ. ചൂല് മേടിക്കണ്ടേ? കാശിട്ടോ എപ്പോഴാവേ ചൂല് മേടിക്കും കേട്ടോ. മേടിച്ചോ, കാശ് എടുത്തിട്ടോണം. എന്നിട്ട് 1 മാസം കഴിഞ്ഞ് തരും. എടുത്തിട്ടുള്ള ഞാനിപ്പോ മേടിച്ച പൈസ എടുക്കാൻ പോയില്ലേ, എടുക്കും. ആ പൈസ കൊച്ചിൻ്റെ പൈസ ഒന്നും എടുക്കണ്ട. കൊച്ചിന്റെ പൈസ പിന്നെ ചൂല് പിന്നെ വേണ്ട, എന്നാ ഇവിടെ ഞാൻ വരുന്നോളം ഞാൻ തൂക്കത്തില്ല. ചൂല് ഇത് മേടിക്കണേ, ഉപ്പും വെളുത്തുള്ളി. വെളുത്തുള്ളി എന്തായാലും വേണം? 1 കിലോ. 1 കിലോ എന്നാ വിൽക്കാൻ പോകണം. 1/2 കിലോ വെളുത്തുള്ളി. എത്ര കൂടുപ്പാ? 1 കൂട് കല്ലുപ്പും 1 കൂട് സാധാരണ ഉപ്പും. 1 കൂടല്ല, 2-3 കൂട് മേടിച്ചു. ഞാൻ പറയട്ടെ, ഒന്ന് വരുമോ? കറിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കും കേട്ടോ. മാത്രം മതി. സ്വന്തമായിട്ടുണ്ടാക്കി അച്ചാർ തന്നെ ഇത് കഴിച്ചു കേട്ടോ. അതുകൊണ്ട് എവിടെ എന്താന്ന് ചോദിച്ചോണ്ട് വെള്ളം വെക്കാൻ വേണ്ടി കോട്ടയൊക്കെ എടുത്തത്. 2 മണി കഴിഞ്ഞാണ് ഞാൻ വരുന്നെങ്കിൽ കൊച്ചിനെ വിളിക്കും, അല്ലെങ്കിൽ വിളിച്ചു വെച്ചാൽ മതി. എടുക്കാതെ സുന്ദരി കണ്ടോ, നല്ല 1-ാം സാരിയൊക്കെ കൊടുത്ത് മിടുക്കിയായിട്ട് വന്ന കേട്ടോ. ഞാൻ പോയപ്പം കേട്ടം കയറാൻ വയ്യ. ഷാളൊക്കെ പാലപ്പൂ കിടക്കുന്നുണ്ടോ? ഇത് പാലപ്പൂല്ലേ? കണ്ടോ വീഴുന്നുണ്ട് ഇങ്ങനെ, അടിപൊളി, നല്ല രസമല്ലേ? പാലപ്പൂ വീഴുന്നുണ്ടോ? അമ്മ മണം, അടിപൊളി. ഇതുണ്ടോ? ഇതുണ്ടോ അവിടെ തന്നെ പാലപ്പൂ, അടിപൊളി. എന്നാ രസമാണ് എനിക്ക്. തെങ്ങുന്നൊക്കെ ഉണ്ട്, രസമാണ്, നല്ല പണി കിട്ടും. ഇങ്ങനെ വീടുന്നുണ്ട്, അതാണ് ഭംഗി, ഇതാണ് രസം. ാണോ ഇവിടുത്തെ വല്ലപ്പോഴൊക്കെ ഓട്ടോയ്ക്ക് വരാതെ നടന്ന് കയറണം ഞങ്ങളങ്ങോട്ട്, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ഇതിലേക്കൂടെ നടക്കണ്ട, നമുക്കിങ്ങനെ കാല് വേദനിച്ച് നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ കാല് വേദനിച്ച് നടക്കട്ടെ, അതാണ് നല്ലത്, സുഖം. കാലിലൊരു എന്താ പറയുക, ഗ്രിപ്പ് കിട്ടണമെങ്കിലേ ഇങ്ങനെയുള്ളതൊക്കെ നടക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അല്ല അമ്മ പോകുന്നില്ലേ? അമ്മ സാധാരണ ഇങ്ങോട്ടല്ല വരാതെ, കണ്ടോ തിരിച്ചു വരുമ്പോൾ എനിക്കറിയാം. ഇവിടെ കയറണ്ടേ? ഈ 2 അമ്മയുടെ കൂടെ മാത്രം എടുത്തേ. അത് 2 എൻ്റെ കൂടെ വരുന്നുണ്ട്. പോകാനല്ലേ നല്ല രസം. എനിക്കിത് വീഴാണോ? എനിക്കിത് ഈ പാലപ്പൂ വീഴുന്ന കണ്ടിട്ട് അങ്ങ് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പാലപ്പൂവേ ഇത് മൊത്തം പാലയാണോ? ഇതും പാലയാ, പിന്നെ അതും പാലയാ. അമ്മ ഈ പാല എന്ന് പറയുമ്പോഴേക്കും യക്ഷിപ്പാലമല്ലേ? പാലായിലാണ് യക്ഷി. പാലായിക്ക് പോ. എന്താ അമ്മ മറ്റേ ഇത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം തൊട്ടില്ലേ?
ഇതിലെടുത്തില്ലായിരുന്നു. അത് ഞാനെപ്പോൾ ചെന്നാലത് മിസ്സാക്കത്തില്ല സാധനമാണ്. അത് ചിരട്ടയ്ക്കകത്തവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എൻ്റെ തൊഴിലേക്ക് പെട്ടെന്നേ ഞാൻ ഷാപ്പാന്ന് സെൽഫി എടുത്താലോ നമുക്ക്? സെൽഫി എടുക്കാം. ഇതിനകത്തല്ല, എൻ്റെ ഫോണിൽ. ഹലോ, ആളില്ലെന്നും പറഞ്ഞ് വണ്ടി പോകാതിരിക്കുമോ? കോണി വേണോ? എന്ത് ദൈവം ചെയ്യാൻ പോകുന്നത്? മരുന്ന് മേടിക്കാനുണ്ട്. രണ്ട് വല്ലതും ഉണ്ടോ നോക്കാം അല്ലേ? കാര്യമായിട്ടാണോ? ഓരോരുത്തർ വിളിച്ച ഓട്ടോ ഇതൊക്കെ. നേരത്തെ റൂം ഇതേ ഇതുണ്ടോ? സെക്കൻഡ് റൂം ഇതുണ്ടോ? ആ ചില്ലിൻ്റെ ഇപ്പുറത്തായിരുന്നു ഞങ്ങൾ. ആ ചില്ലിൻ അതെ അവിടെ ആയിരുന്നു നേരത്തെ റൂം. ഉണ്ടോ? പിന്നെ എന്നാന്ന് ശ്രദ്ധയല്ലേ? അങ്ങോട്ട് നേരെയല്ലേ കയറിപ്പോയി? എന്തിനാ അങ്ങനെയും പോകാം, പപ്പുറം വരാം, 3 രീതിയിലും വരാം. മനസ്സിലായോ? ഇതുണ്ടല്ലേ മേലെ കൂടെ ബസ് വണ്ടി പോകും. ഇപ്പം ബസ്സൊന്നും കാണില്ല. നമുക്കൊരു ഓട്ടോ വിളിച്ചാലോ? അല്ല, 35 വരെ പോകണം. ബസ് കാലിയോട്ടം ഉണ്ടോ നോക്കാം. 35 എവിടെ പോകണ്ടേ? ബാങ്കിൽ പോകണ്ടേ? KSRTC ബസ് പോകല്ലോ. ആനവണ്ടി. ആനവണ്ടിയിൽ വന്നേ. ആനയല്ലേ? ശരിയാ. മലനിരകൾ കൂടെ KSRTC ബസ് പോകാൻ നല്ല പോകുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ? ഇതിവിടാണോ? എല്ലാ അബദ്ധം നമ്മുടെ പേര് സ്ഥലം തോന്നുമ്പോഴിപ്പോൾ എന്നാ അബദ്ധം? അമ്മയ്ക്ക് അബദ്ധമായിട്ട് തോന്നുന്നു, കാക്കമ്മയ്ക്ക് അബദ്ധമായിട്ട് തോന്നുന്നു. കേരള ബാങ്ക്. ശാംഭവിയുടെ പെൻഷൻ വരുന്നത് ശാംഭവിയുടെ അക്കൗണ്ട് സ്കൂളിൽ നിന്ന് എടുത്ത അക്കൗണ്ടായത് ഇവിടുത്തെ ബാങ്കിലാണ്. അപ്പം പെൻഷൻ വരുന്നത് പിള്ളേർ ശാംഭവിയുടെ ബാങ്കിൽ. അപ്പം കാര്യവട്ടമാണ്. അവ അപ്പുറത്ത് നിൽക്കണം, അങ്ങോട്ട് നിൽക്കണം. അവിടെ
कॉटन है मैडम, बहुत अच्छा पसंद आएगा, जाएगा आपकी ना कॉटन तो नहीं ना। കോട്ടൺ തുണി വേണ്ട. अरे वेंडर മാഗി. അതൊരു അലക്കിറക്കുമ്പോൾ കോട്ടൺ വേറെ ആവും. ഉപ്പ് പറ്റിച്ച് വെക്കും. ഉപ്പിന് സ്ഥിതാ പിഞ്ചി പിടിച്ചിരിക്കുന്നത്. ഒരു ഓട്ടോയ്ക്കൊക്കെയാണോ വരുന്നത്? ഇന്നും സാരി മേടിയിലാണോ ഡി? പഴയത് ഓരോന്ന് ആർക്കെങ്കിലും കൊടുക്കണമല്ലായിരുന്നു. കൊച്ചിന് സാരിയോ? എടി അപ്പൊ ശാംഭവിക്ക് ഞാൻ ശാംഭവിയുടെ പൈസ 2000-നകത്തുനിന്ന് 2 ഇത് മേടിച്ചിട്ടല്ലേ ബാക്കി കിടപ്പുണ്ട്. അതിനകത്ത് നമുക്ക് ഞാൻ ഇതിൽ ടർക്കിയില്ലേ, മറ്റേ കൂടെ ടർക്കി, ആ അതിലെ വെള്ളം പോകാൻ വേണ്ടി ആ കൂടെ ടർക്കി ഒരെണ്ണം മേടിച്ചു. ഇനിയിപ്പോ കേൾക്കാൻ നാരായണി അതൊരെണ്ണം ഞാൻ മേടിച്ചു, വലിയ ഒരെണ്ണം. എന്നിട്ട് അതും ഞാൻ കോഫി കളറാണ് മേടിച്ചേ. എന്ന് വെച്ചാൽ നിറം ഏകദേശം നമുക്ക് വെള്ളമൊക്കെ മേടിച്ചാൽ കറുപ്പാവുമല്ലോ. നിനക്ക് അത്രയ്ക്ക് ഉള്ളത്, നിനക്ക് തന്നെ നിന്നെ കുറിച്ച് നല്ല മതിപ്പല്ലേ. അതുകൊണ്ട് ഞാൻ മേടിച്ചു. ആ കൊച്ചിൻ്റെ അല്ലേ. ആവശ്യത്തിൽ പോയില്ലേ അപ്പം? ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങളും ചേച്ചിയും കൂടെ ഒരുമിച്ച് തന്നെ. ഞങ്ങളുടെ ബസ്സിൽ തന്നെ ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അല്ല, പോയ ബസ്സിൽ തന്നെ ചേച്ചി ഉണ്ടായിരുന്നു. അവിടെ പോയി ബാങ്കിൽ ചേച്ചി എല്ലാവരും വന്നാൽ കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുക്കിയിട്ട് നല്ല ആഘോഷമായിട്ടിരിക്കുന്ന നീ നേരത്തെ വന്നേ? നാരായണി ജയ ഇന്ന് കൊച്ചിനെ വിളിക്കാൻ പോന്നെ. 2 മണി കഴിഞ്ഞാൽ നീ വിളിച്ചോളാം പറഞ്ഞത്. 3 മണിയായപ്പോഴാണ് നിങ്ങൾ. ആ നീ 3 മണിക്കാണ് കയറി വന്നത്. ആ നീ തന്നെ ഇതെല്ലാം പറഞ്ഞു. ഒന്നുമല്ല, 2 മണി കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോ. 2 മണി കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാന്ന് നീ പറഞ്ഞേ. അപ്പം 3 മണി കഴിഞ്ഞാൽ നിങ്ങൾ വന്നേ. അപ്പം പോയി വിളിച്ചോളൂ. ആ ആവശ്യമില്ലാത്ത പറഞ്ഞു ഉണ്ടോ. കൊടുത്തോ ഇല്ലേ? എന്താ വിളിക്കേണ്ട രാഷ്ട്രീയം എന്താണോ വരുന്നുണ്ടോ? പറയാനോ കൊടുക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ പോയത് നമുക്കറിയാം എത്ര അത്യാവശ്യം. ഇവര് പറഞ്ഞ ഞാൻ വീട്ടിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞു. ആ അങ്ങനെയും പറഞ്ഞായിരുന്നു ഇടയ്ക്ക്. 4-ാം തീയതി വരെ സമയമില്ലേ? ആ ഞങ്ങൾ കൊടുത്തിട്ടൊന്നുമില്ല. അവര് ചോദിക്കണ കാര്യമില്ലല്ലോ. ആ ഇപ്പൊ കൊണ്ട് കൊടുക്കാനോ? സമയം കഴിഞ്ഞു പോയാൽ പിന്നെ കൊടുക്കണ്ടല്ലോ. അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെ സ്കൂളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ബിഎൽഒമാര് വന്നിരിപ്പുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെല്ലണം. അവിടെ ഭയങ്കര തിരക്കാ. കുട്ടിയെ പഠിച്ച് അവിടെ നിൽക്കണം. എവിടെ നേരം. ഇവര് തന്നെയാണെങ്കിലും പഞ്ചായത്ത് വരാതിരിക്കുമല്ലോ അല്ലേ? കൊടുക്കുന്നില്ലേ? എങ്ങനെയാ അതെന്ന് അറിയത്തില്ലല്ലോ.
വരുന്നില്ലേ? ഏ? വാ 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 വാ. എന്നാ എന്നാടി? സാമാനുണ്ടോ? ആ. പാത്ത് ഉറങ്ങോ? ഏ? എനിക്ക് പോലെ പാത്ത് ഉറങ്ങാ. ഏത് പാത്തു? ഇപ്പൊ കേറിയില്ലേ ബസ്സില്? ആ അപ്പൊ ആ. അതെന്തേ? ആരാ? പോയി. പാത്തു അല്ലേ? ആ, പോയി. പോയി. മതിയോ? ആ ഉറങ്ങ്. ആ. അതിനെ ഇറങ്ങാൻ ഞാൻ കൊച്ചേ. ഉറങ്ങ്. അതാണോ പാത്തു? പോയി. അപ്പുറത്ത് പോയി. ഏ? പോയി. ആര്? പാത്തു. എങ്ങോട്ട്? വീട്ടില്. നീ എന്നെ ഇറങ്ങാതിരുന്നേ? ആന്റി ഇറക്കി തന്നെ. ആണോ? അതെ. ആരെ? പാത്തുനെ. ആ. മതിയോ? പിന്നെ നീ കാണണമെന്ന് പറഞ്ഞു. കണ്ട്. കണ്ടോ? പാത്ത് ഇറങ്ങി. സ്കൂളിൽ ചോറുണ്ട് ചേച്ചി. പറഞ്ഞ അതല്ലേ ഇപ്പം പറഞ്ഞേ? പരിപ്പ് ചേറ് പയറുതോരൻ. ആ. ഞങ്ങളുടെ വീട്ടിലെ സാമ്പാറും എല്ലാം പണിയുന്നുണ്ടേ. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അവിടെ കിടന്ന് നശിച്ചു പോകും. സാമ്പാറും ചുണ്ട് വെളിയിൽ കുറേ ടാങ്കും വെച്ച് കുളവും ഉണ്ടാക്കി പൈപ്പും വലിച്ചിട്ട് പിന്നെ അങ്ങോട്ട് നോക്കിയിട്ടില്ല. അതെല്ലാം പോയി. ആ റംബുട്ടാനല്ലാവേ ആ ഇവിടെയൊക്കെ ഇല്ലേ ഉള്ള മണ്ടയിലൊക്കെ ഉള്ള റംബുട്ടാൻ. ഉണ്ട്. വളർന്ന റംബുട്ടാൻ. ആ വളർന്നു. പക്ഷേ ഫോമിന്റെ കാര്യം ഇവരൊന്നും എല്ലാരും ഒന്നും കൊടുത്തിട്ടില്ലെന്നേ. ആ ഓ ചെറിയ എന്നോട് പറയാം ഇപ്പൊ തന്നെ കൊടുക്കണം, സമയം കഴിഞ്ഞ് പോയി. പിന്നെ ഈ സ്കൂളിൽ ബിയലോമാര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ 1000 പേരാ നിൽക്കുന്നത്. നമ്മൾ ചെല്ലുമ്പോഴേ നമ്മുടെ ഫോം മേടിക്കാൻ നിൽക്കുകയാണ് അവര്. എന്തിനുള്ളതാ ശരിക്കും? എന്തിനുള്ള ഫോമാ? ഓ ഇത് വീട്ടിൽ നമ്മുടെ ഈ ഐഡന്റിറ്റി കാർഡ് ഇനി മാറുകയല്ലേ, ഇന്ത്യൻ പൗരനാന്നുള്ളത്. അതാണോ? ഇനിയിപ്പോ ഏതായാലും നമ്മൾ പാകിസ്ഥാനി ആകില്ലേ? അതെ പ്രായം ഇത്രേ. അതെ. സൈഡിൽ നിന്നോ വണ്ടി വരുന്നുണ്ട്? അല്ലാതെ ഈ ആ സൈഡിലല്ലേ, ഈ സൈഡിൽ. അവര് കാശ് മേടിക്കുന്ന സംഭവം ഇത്. അവര് കയറി ഇറങ്ങി തരണോന്നുള്ളത് ചെറിയ കൊണ്ടു തന്നു. ഇനി തിരിച്ചെവിടെയാ കൊടുക്കണ്ടേ? അറിയത്തില്ല നമുക്ക്. ഇവരൊക്കെ പറഞ്ഞ അംഗനവാടി കൊടുത്താൽ മതി. അപ്പൊ ഞാൻ തരേ. അല്ലാതെ ഇപ്പൊ നമ്മൾ താഴെ ആ ഓഫീസിൽ കൊടുക്കാൻ ഒക്കെയല്ലോ. നമ്മളെ ഫോം പൊരിപ്പിച്ചിട്ട് ഇത് കൊടുത്തേരെന്ന് പറഞ്ഞാൽ തെളിവല്ല കൊടുക്കുന്നുള്ളത്. അവരുടെ കയ്യിലൊന്നും കൊടുക്കില്ല. പൂരിപ്പിച്ചോ? കുറച്ച് അറിയാവുന്നതൊക്കെ അത് മതിയെന്നെ. ഭാഗം മാത്രം പൂരിപ്പിച്ചാൽ മതി. കമ്പ്യൂട്ടറിലോട്ട് അടിച്ചു കയറ്റണം ഇത്. ആരാ അടിച്ച് ഇവിടെ കൊണ്ട് കൊടുത്താൽ കയറ്റും നമുക്കറിയത്തില്ല. 2002 വീരങ്ങ എൻ്റെ അത് മാത്രം നോക്കിയാലേ കിട്ടുള്ളൂ. ബിജുവിന് 2002 ഡിഗ്രി ഓട്ടില്ല. ബിജുവിന് ഇടുക്കിയില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്നാ വിവരം അവിടെ എഴുതുന്നത്? ഒന്നും എഴുതാനില്ല. മോനാണെ ഫോം കിട്ടിയിട്ടില്ല. മോൻ ഈ വർഷം വോട്ടുള്ളത്. ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷെ ഫോമില്ല. ആ ഫോമില്ലാത്തതുകൊണ്ട് അവന്റെ വിവരങ്ങൾ അവിടെ ഉണ്ട്. ഇതെല്ലാം മനുഷ്യനെ കുറിച്ചാണ്. ഇതിൻ്റെയൊക്കെ പുറകെ ഒരു ദിവസത്തെ മെനക്ക്. നമ്മള് പണി വല്ലതും ഉള്ളവർ പണിയും കളഞ്ഞ് അതിന്റെ പുറകെ പോകണം. വലിയ അത്യാവശ്യമാണ്. എന്നിട്ട് പിന്നെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ? അതെ ഇതെല്ലാം ചെയ്താലും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം പഞ്ചായത്തിനെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഓ ഞങ്ങൾക്കിപ്പം കോഴീനെ കിട്ടി അതിന്റെ പേരിലൊന്നും അല്ല. കോഴീനെ മാത്രം ആ പടം കിട്ടി ഈ പ്രാവശ്യം. വീട്ടിൽ പിടി. അതൊക്കെ ഉള്ളു, അല്ലാതെ തന്നെ ആനുകൂല്യം. കോൺഗ്രസ്സുകാർ നിങ്ങളുടെ കാര്യം ഞങ്ങൾ പരിഗണനയിലിട്ട് വീടിന് ഞാൻ പറഞ്ഞു ശല്യം ചെയ്യാതെ പോകാവോ ചോദിച്ചു. എത്ര നാളായല്ലേ? ഞാൻ പറഞ്ഞു ശല്യം ചെയ്യാതെ പോകാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പരിവും ഇല്ല പരാതിയില്ല. നമ്മളെങ്ങനെയൊക്കെ ജീവിച്ചോളാം. പിന്നെയല്ല ഇത് കിട്ടിയാൽ ഇതിന്റെ പുറകെ എന്തേലും. അതെ പകുതിയാക്കി കൊണ്ട് നിർത്തേക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. തീരാതെ അല്ലാതെ ഇത് നമ്മളിപ്പോ കിട്ടിയെന്ന് വെച്ചു. ആദ്യത്തെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പണി കളഞ്ഞിട്ട് വേണം പോകാൻ. എന്നാ പിന്നെ ഈ പണിക്ക് പോയി ആ പൈസ കുറിച്ച് ചോദിച്ചാൽ പോരെ.
ചേച്ചിയുടെ ക്ലാസ് ഉണ്ടോ? ഇവരെ ഒന്നും സന്തോഷിപ്പിക്കാൻ വെള്ളം നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പേ അങ്ങനെയുള്ളവർക്കുണ്ട്. അതെ ചേച്ചിക്ക് ക്ലാസ് ഉണ്ടോ? ഉം. ഇല്ല. ഉണ്ട്. ചേച്ചിക്ക് ക്ലാസ് ഉണ്ടോ? നിനക്ക് ക്ലാസ് ഉണ്ട്. ഉണ്ടോ? അവിടെ കാണും. ഇപ്പോൾ പട്ടി കുറയ്ക്കുമ്പോൾ അവർ റെഡിയാവും. നീ വരുന്നുണ്ടെന്ന് മനസ്സിലാവും. ആ കൂർക്ക് എങ്ങനെ ചുരണ്ടു നമ്മൾ വിചാരിക്കുന്നു. ഇതോ പിന്നെ ചെറുതോ അത് തോർത്തിനകത്തിട്ട് ഇങ്ങനെ തോർത്തിനകത്ത് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒന്നിട്ട് അഴുക്കൊക്കെ ഇല്ലേ ഇതിന്റെ ഇതുമൊക്കെ അത് പോവുകയല്ല. അങ്ങനെ ഇട്ടല്ലേ മുക്കാലും അതങ്ങനെ ശരിയായതാ കണ്ടോ. മറ്റേ എന്തേലായിട്ട് ഞാൻ ഞെരടിന്നറിയാം പോകാനാ പോയനായിരുന്നു. പിന്നെ പോവുകയല്ലാത്ത മറ്റേ വാടി വിളിക്കുന്നുണ്ടോ പട്ടി പടന്ന് വെച്ച് വരുമോ? പിന്നെ ആഴ്ച കൂട്ടെങ്കിൽ വരും. നിങ്ങൾ വെള്ളത്തിന്റെ കണക്ഷൻ എടുത്തിട്ടില്ല. ഇല്ല വേണ്ടതല്ല എങ്ങനാവും അറിഞ്ഞിട്ടാണ് ഓർത്തത്. ആ എടുത്തോ? ആ വരുന്നുണ്ടല്ലേ? ആ ആ വന്നാൽ മതി. അതാ ആ ആ ആ ആ അതെ അതിന് പൈസ ഇത്ര ഇല്ലെന്ന് എനിക്കും തോന്നുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ വലിയധികം എടുക്കാൻ. ഞാൻ 10,000 രൂപയ്ക്ക് അതിനകത്ത് അങ്ങനത്തന്നെ അങ്ങനെ ആണെ തന്നെ ഇത്രയും നീളം പൈപ്പ് അവിടെ നിന്ന് ആ പൈപ്പിൽ കൊടുത്തതിന് 2,000 രൂപ വെച്ച് പണിക്കൂലി മേടിച്ചു. ആ 2,000 രൂപ ആ ചുമ്മാ ഈ അവസരം നോക്കി അവർ പൈസ ഉണ്ടാക്കുന്ന ഈ PVC പൈപ്പിന് ഇത്രയും രൂപ തന്നെയാകുള്ളൂ. ആ അതെ അതിപ്പം പൈസക്ക് വരുന്നില്ലല്ലോ അവര്. ആ വരുന്നില്ലല്ലേ? ഭരണം കഴിഞ്ഞാൽ പിന്നെ ഇനി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി. ഈ 10,000 രൂപ പോട്ടെന്ന് വെക്കാം. ആ 10,000 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തെടുത്തേനെ. ഈ 10,000 രൂപ കൊടുത്ത് എന്നെ എടുക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞോണ്ടോ? 10,000 കൊടുക്കണം. ഇവിടെ 10,000 കൊടുത്തു. ആ ശമ്പുക്കുട്ടോ മോൻ വന്നോ? എപ്പ വന്നു മോന്? പുതിയ ഷൂ ഒക്കെ ഇട്ട് ഇതിന്റെ പൊന്നോ. അമ്മേന്റെ ശ്യാമമ്മയോ? ആ. ഉണ്ട് കാണിച്ചില്ല. ഇതന്നെ ഷൂ തിരിച്ചിട്ടോണ്ട് വന്നേക്കുന്നേ. ഇതന്നെ ഷൂ വെള്ളം വേണോ? ഇതിന് ഷൂ ഒക്കെ തിരിച്ചിട്ടോണ്ട് വന്നേക്കുന്നേ പൊന്ന്. ഷൂ എന്നെ തിരിച്ചിട്ടേക്കുന്നേ. പപ്പാതി എന്നും ഈ ഷൂ തിരിച്ചിട്ടുണ്ട് വരുമല്ലോ. അല്ല പോയി ഡ്രസ്സ് മാറട്ടെ. ഞാൻ എവിടെയെങ്കിലും വർത്താനം പറഞ്ഞേക്കുമ്പോ എന്നെ അതും ഇതൊക്കെ പറയുമല്ലോ. എവിടായിരുന്നു? ചുമ്മാ ആ താത്ത ചേച്ചിയോട് സംസാരിച്ചോണ്ടിരിക്കരുത്. ഞാനെങ്ങാനും സംസാരിക്കുന്നേ പറയും ജയക്ക് വീട്ടിൽ വരണമെന്നില്ല എന്ന് പറയുവേ. ഇപ്പൊ ദേ അയ്യേ എന്തോ പാസ്തയോ? ഷൂ തിരിച്ചേട്ടേക്കുന്നേ. ഇതെങ്ങനെയാ ഷൂ തിരിച്ചു വരുന്നേ? തിരിച്ചു വരുമല്ലോ, തിരിഞ്ഞു കിടക്കുന്നേ. ഉടുപ്പൊക്കെ മാറ് എന്നിട്ട് പാസ്ത തരാം. ശാംഭവി നാരായണിയുടെ ഇൻസ്റ്റന്റ് പാസ്ത. വീഡിയോ എടുക്കുമല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ? ചൈനയോ? ചേനല്ലേ ചേമ്പ് തീർന്നു. അത് നീ പോയപ്പോ തന്നെ അത് തീർത്ത്. ഓ എന്റെ പൊന്നു തരാം. എടി ഉടുപ്പ് മാറ്റിക്കാൻ എന്റെ കൊച്ചിന്റെ. കേറി വന്ന ഉടനെ അങ്ങനെ വെള്ളം കുടിക്കരുത് അറിയാവോ? വാ ഇരിക്കും. കുളിക്കൊന്നും വേണ്ട, ഉടുപ്പ് മാറി. എടി ഒന്ന് വൃത്തിയായിക്ക്. ഞാൻ പോരോട്ടെ.
നമുക്ക് ഡ്രസ്സും അറിയാലോ.